മണ്ണ് തിന്നുക ഇല്ലാന്ന് ഹദീസ്. എന്താ കുഴപ്പം? മൂന്നായത്തിനെതിരാണ്. മൂന്നായത്ത് എന്താ? മൂന്നായത്ത് കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമുഖത്തുള്ള എല്ലാം നശിക്കുന്ന അല്ലാഹ് പറഞ്ഞു. അപ്പൊ ഇത് നശിച്ചിട്ടില്ല എന്ന് ഹദീസിൽ വന്നു. അപ്പൊ ഹദീസ് ഖുർആനെതിരായി. നിങ്ങൾ നോക്കിയപ്പോ ഏതാ എതിരില്ലാത്തത്? ഖുർആനിൽ കാണാം എല്ലാ ശവവും ഹറാമാണ്. ഹുർരിമത് അലൈക്കുമുൽ മൈത്ത, ശവം നിങ്ങൾക്ക് ഹറാമാകുന്നു. ഹദീസ് കാണാം മത്സ്യം ചത്താലും കഴിക്കാം, മത്സ്യം ചത്താലും കഴിക്കാം. ഹദീസിലുണ്ട്. എന്താ പറയണ്ടേ? അത് ഖുർആനെതിരാണ്, ഇവിടെ ചത്ത മത്സ്യം കഴിക്കാൻ പറ്റൂല എന്ന് പറയണ്ടേ? ഖുർആന് പറഞ്ഞ എന്താ? ശവം ഹറാം. ഹദീസിൽ പറയാ ചത്ത മത്സ്യം ഹലാൽ. അപ്പൊ അത് ഖുർആനെതിരാട്ടോ. നഞ്ഞ ഒറ്റ മടക്ക് വെക്കാനും മീൻ കഴിക്കൂല. അഥവാ കഴിക്കണമെങ്കിൽ കടപ്പുറത്ത് പോവുക, മീന് ജീവനോടെ പിടിക്കുക, ബിസ്മില്ലാഹി ചൊല്ലി അറക്കുക, എന്നിട്ട് തിന്നുക. ഇത് പറയേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെ എതിരെല്ലാം നിങ്ങൾ പറയാ? ഖുർആൻ അല്ലാഹ് പറഞ്ഞാണ് ശവം ഹറാമാകുന്നു. ഏത് ശവം എന്ന് പറഞ്ഞാൽ എല്ലാ ശവവും. അൽ മൈത്ത, എല്ലാ ശവവും ഹറാമാണെന്നാണ്. മൈത്തത്ത് എന്ന് പറയാവുന്ന, ശവം എന്ന് പറയാവുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ ഹറാം. പക്ഷെ ഹദീസിന് പറയാ മത്സ്യം ചത്താലും ഹലാലാണ്. രണ്ട് ശവം നമുക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തമായി ഖുർആനെതിരല്ലേ? ബലബുദ്ധി ചോക്കിയാൽ അഹ്ലുസുന്നക്കോ ഇത് പ്രശ്നമില്ല. കാരണം എന്താ? ഖുർആൻ പറഞ്ഞതിനെ ഹദീസ് വിശദീകരിക്കുന്നു. ഖുർആൻ പൊതുവായി പറഞ്ഞതിനെ ഹദീസ് പ്രത്യേകമാക്കുന്നു. ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞതിന് ഹദീസിൽ വിശദീകരണം നൽകുന്നു. അതൊക്കെ രണ്ടും ഒന്നിച്ച് മനസ്സിലാക്കിയാലോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഹദീസും ചേർത്തിട്ട് വേണം ആയത്തിനർത്ഥം വെക്കാൻ. ആയത്തെന്താ? ശവം ഹറാം. ഹദീസിലോ രണ്ട് ശവം ഹലാൽ. അപ്പൊ ആയത്തിനർത്ഥം എന്തായി? ഈ രണ്ട് ശവം അല്ലാത്ത എല്ലാ ശവവും ഹറാം എന്നായി മാറി. അതാണ് അഹ്ലുസുന്നയുടെ രീതി. ആ രീതിയല്ല ഇവർ സ്വീകരിക്കുന്നത്. അതിനു പകരം സ്വന്തമായി യുക്തി വെച്ചുകൊണ്ട് അവർ അതിനെ വിമർശിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ന്യായങ്ങൾ മുഅ്തസിലിയാക്കളാണ് കൊണ്ടുവന്നത്. അതല്ലാതെ അഹ്ലുസുന്നക്കത് പരിചയമില്ല.